11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. നമ്മൾ 10ാം ക്ലാസ്സിൽ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. ലൈഫ് പ്രോസസ്സിൽ ഏറ്റവും അവസാനം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ? അതെല്ലാം അപ്പോഴപ്പോഴെ പുറന്തള്ളിയില്ലെങ്കിൽ അത് വളരെയധികം ഹാർംഫുൾ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഏതൊക്കെ തരം വേസ്റ്റാണ് നമ്മുടെ ബോഡിയിലുള്ളത്? പലതരമുണ്ട്. നമ്മൾ ശ്വാസം എടുക്കുമ്പോഴോ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വേസ്റ്റാണ് അല്ലേ. അത് നമ്മൾ എക്സ്ഹെയിൽ ചെയ്ത് ഉച്ഛ്വാസത്തിലൂടെ പുറത്ത് കളയുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള സോൾട്ട്, വാട്ടറൊക്കെ എങ്ങനെ നമ്മൾ സ്വെറ്റായിട്ട് പുറത്തു പോകും. കുറേയെല്ലാം നമ്മുടെ യൂറിനിൽ കൂടി നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ദഹിക്കാത്ത ഭക്ഷണം, അതായത് ദഹനം കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എടുത്തതിന് ശേഷം ബാക്കിയുള്ളവ അതെവിടെ പോവും? നമ്മുടെ വൻകുടലിലൂടെ കടന്ന് രക്തത്തിൽ കുറച്ച് നേരം വെച്ച് സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മളതിനെ പുറത്ത് കളയുന്നു അല്ലേ. അങ്ങനെ ഇങ്ങനെ പലതരം മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതെല്ലാം നീക്കം ചെയ്യാൻ അതിൻ്റേതായ നമുക്ക് ഒരു നമ്മുടെ ഓർഗൻസും ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണയായി എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? നമ്മുടെ കിഡ്നിയും അസോസിയേറ്റഡ് ഓർഗൻസുമാണ്. അപ്പോൾ അവരുടെ ജോലി എന്ന് പറയുന്നത് നൈട്രോജീനസ് വേസ്റ്റിനെ പുറത്തള്ളുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ നൈട്രോജീനസ് വേസ്റ്റ്? വേറൊന്നുമല്ല, നൈട്രജൻ കണ്ടെയ്നുള്ള വേസ്റ്റ്. അപ്പോൾ നൈട്രജനുള്ള വേസ്റ്റ് ഏതൊക്കെയാണ്? നമ്മുടെ പ്രോട്ടീനകത്ത് അമിനോ ആസിഡ് ഉണ്ട്. അമിനോ ആസിഡിന് അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അമിനോ ഗ്രൂപ്പിൽ നൈട്രജൻ ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ ദഹിപ്പിച്ചതിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് ആണ് എന്ത്? ഈ നൈട്രോജീനസ് വേസ്റ്റ്. അത് പ്രധാനമായിട്ടും നമ്മുടെ ബോഡിയിൽ രണ്ടാണുള്ളത്, യൂറിയയും പിന്നെ കുറച്ച് യൂറിക് ആസിഡും. അതേസമയം ഇത് ഉണ്ടാകുന്ന ഫോം എന്ന് പറയുന്നത് അമോണിയ ആയിട്ടാണ്. പക്ഷെ നമുക്ക് അമോണിയ ആയിട്ട് അത് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളതിനെ യൂറിയ ആയിട്ട് മാറ്റും. അതേസമയം ചില ഓർഗാനിസംസ് അമോണിയ ആയിട്ട് തന്നെ എക്സ്ക്രീറ്റ് ചെയ്യും. പക്ഷെ നമ്മളതിനെ യൂറിയ ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യും. ചില ആനിമൽസ് അതിനെ യൂറിക് ആസിഡാക്കി മാറ്റിയിട്ടാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഏത് ഫോമിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് 3 തരം എക്സ്ക്രീഷൻ ഉണ്ട്. അതായത് ഒന്നാമത്തേത് അമോണോടെലിസം, രണ്ടാമത്തേത് യൂറിയോടെലിസം, മൂന്നാമത്തേത് യൂറിക്കോടെലിസം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും അല്ലേ. അപ്പോൾ എന്താണ് അമോണോടെലിസം? അതെ, അമോണിയയായിട്ട് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമോണോടെലിസം. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ അമോണിയ തന്നെ കളയാത്തത്? കാരണം ആദ്യം ഉണ്ടാകുന്ന വേസ്റ്റ് അമോണിയാണ്. പക്ഷേ എല്ലാ ആനിമൽസിനും എന്താ അമോണിയ അങ്ങ് കളഞ്ഞാൽ പോരെ? അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ഈ അമോണിയ എന്ന് പറയുന്നത് വളരെയധികം ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ അതിനെ സൂക്ഷിക്കാനുള്ള നിർവാഹമില്ല. അത് ഉണ്ടായാൽ അപ്പം തന്നെ പുറത്ത് കളയണം. പക്ഷേ പുറത്ത് കളയണമെങ്കിൽ എന്ത് വേണം? ധാരാളം ജലം വേണം. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നാണുള്ള എക്സസ് മാത്രമാണ് നമ്മൾ കളയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം വേണ്ടേ? നമുക്ക് ഫുൾ ടൈം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പറ്റും? ഇല്ല അല്ലേ. അപ്പോൾ ആർക്കായിരിക്കും അമോണിയ അപ്പോൾ തന്നെ പുറന്തള്ളാൻ കഴിയുന്നത്? വെള്ളത്തിൽ ജീവിക്കുന്നവർക്ക് അത് എളുപ്പമായിരിക്കും. അപ്പോൾ ആരൊക്കെയാണ്? ബോണി ഫിഷസ്, അതായത് മുള്ളുള്ള നമ്മുടെ ഈ കാർട്ടിലേജിനസ് അല്ലാത്ത ബോണി ഫിഷസ്. കാർട്ടിലേജിനസ് ഫിഷസും ബോണി ഫിഷസും നമ്മൾ ആനിമൽ കിങ്ഡം ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. പിന്നെ അക്വാട്ടിക് ഇൻസെക്ട്സ്, നമ്മുടെ ഷഡ്പദങ്ങൾ, അത് എവിടെയാണ്? വെള്ളത്തിലാണെങ്കിൽ അവയ്ക്കും എന്തിനുള്ള കഴിവുണ്ട്? അമോണോടെലിസത്തിനുള്ള കഴിവുണ്ട്. അതുപോലെ അക്വാട്ടിക് ആംഫിബിയൻസ്, ഉഭയജീവികൾ അല്ലേ. അവ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. പക്ഷേ വെള്ളത്തിലിടുമ്പോൾ അവയ്ക്ക് അമോണോടെലിസത്തിനുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ധാരാളം വെള്ളം ഉള്ളവർക്ക് മാത്രമേ ഇത് എലിമിനേറ്റ് ചെയ്താൽ കഴിയുള്ളൂ. അപ്പോൾ എന്താണ്? അമോണിയാണ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. അപ്പോൾ അമോണിയ കളയാനായിട്ട്, അമോണിയ ഭയങ്കര ടോക്സിക് ആണ്. അതുകൊണ്ട് തന്നെ അത് ഇമ്മീഡിയറ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ധാരാളം വെള്ളവും ആവശ്യമുണ്ട്. ഇനി എങ്ങനെ ഇത് എലിമിനേറ്റ് ചെയ്യും? ഡിഫ്യൂഷൻ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പൊക്കോളും. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? അത് ബോഡി സർഫസിൽ കൂടെ ആകാം. അതല്ല, ഫിഷിൻ്റെ കാര്യത്തിലൊക്കെ ആകുമ്പോൾ ഈ ഗിൽസിൻ്റെ ഭാഗത്തു നിന്നാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ കിഡ്നിക്ക് വലിയ റോളൊന്നും ഇല്ല. ഇനി നമ്മുടെ ശരീരത്തിൽ വന്നാലോ? നമ്മൾ ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കുകയല്ല, എന്നാൽ വെള്ളത്തിന് തീരെ ദാരിദ്ര്യമില്ല, നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. എക്സെപ്റ്റ് നമ്മുടെ ആട് ജീവിതം പോലെ വെള്ളമില്ലാത്ത ഒരു അവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. അതല്ലെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും വെള്ളമുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷേ വെള്ളമില്ലാത്ത ഭൂഖണ്ഡങ്ങൾ, ആഫ്രിക്കയിലൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് കാര്യങ്ങൾ കണ്ട് നമുക്ക് കരച്ചിൽ വരും. അപ്പോഴാണ് നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഈ വെള്ളം നമുക്ക് കുടിക്കുമ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുവിധം ജലം നമ്മുടെ ശരീരത്തിൽ നമുക്ക് കളയാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ അമോണിയ കുറച്ച് നേരം സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമോണിയ നമ്മുടെ ലിവറിൽ കൊണ്ടു ചെന്നിട്ട് അമോണിയ ഉടനെ എന്താക്കി മാറ്റി വയ്ക്കും? യൂറിയ ആയിട്ട് മാറ്റി വയ്ക്കും. യൂറിയ അത്ര ഡേഞ്ചറസ് അല്ല, അത്ര ടോക്സിക് അല്ല. കുറച്ച് നേരം ബോഡിയിൽ ഇരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ച് നേരമാണ്, കുറേ ദിവസങ്ങളല്ല.
അപ്പോൾ ഈ യൂറിയ ആയിട്ട് മാറ്റിയതിന് ശേഷം ഈ ലിവറിൽ നിന്ന് അതിനെ ബ്ലഡിലോട്ട് എടുക്കും. ഈ ബ്ലഡ് കിഡ്നി കൂടെ കടന്നു പോകുമ്പോൾ നെഫ്രോണിൽ അതിനെ അരിച്ച് നമ്മുടെ യൂറിനിൽ കൂടി പുറന്തള്ളുന്നു. അപ്പോൾ ഇതാണ് യൂറിൻ ഫോർമേഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് പുറന്തള്ളുന്നത്? കിഡ്നി വഴിയാണ് പുറന്തള്ളുന്നത്. അപ്പോൾ ഇത് ലെസ് ടോക്സിക് ആണ്. അമോണിയേക്കാളും താരതമ്യേന ടോക്സിസിറ്റി കുറവാണ്. അതിനെ പുറന്തള്ളാനായിട്ട് സാമാന്യ ഉള്ള വെള്ളം മതി, മോഡറേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ മതി. ഏതൊക്കെ ഓർഗാനിസംസ് ആയിരിക്കും? അപ്പോൾ അതിന് എക്സാമ്പിൾ കരയിൽ ജീവിക്കുന്ന മാമൽസ്, അല്ലെങ്കിൽ മറീൻ ഫിഷസ്, അതായത് കടലിലെ മത്സ്യങ്ങൾ, പിന്നെ ടെറസ്ട്രിയൽ ആംഫിബിയൻസ് ഉണ്ട്, അതായത് കരയിൽ ജീവിക്കുന്ന ഉഭയജീവികൾ. അപ്പോൾ അവയ്ക്കെല്ലാം എന്താണ് എക്സ്ക്രീറ്ററി വേസ്റ്റ് എന്ന് പറയുന്നത്? യൂറിയ. അപ്പോൾ യൂറിയ ആയിട്ട് അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെ യൂറിയോടെലിസം എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ വർഗത്തിൽപ്പെട്ടവരാണ് ഒട്ടും വെള്ളം കിട്ടാത്തവർ. അവർ വെള്ളം കുടിക്കാറേ ഇല്ല, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഏരിയയിൽ വെള്ളം ഇല്ല. അത് ഉള്ളപ്പോൾ അവർക്ക് യൂറിയ പോലും പുറന്തള്ളാനുള്ള വെള്ളം കയ്യിലില്ല. അപ്പോൾ കുറച്ചും കൂടെ ടോക്സിക് കുറവായിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അവർ യൂറിയയെ യൂറിക് ആസിഡായിട്ട് മാറ്റും. അതാണ് ലീസ്റ്റ് ടോക്സിക്, ഏറ്റവും ഹാനികരമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്നു. അപ്പോൾ അമോണിയ ഏറ്റവും ഹാനികരം, അതിൽ കുറവാണ് യൂറിയ. ഏറ്റവും സേഫ് ആയിട്ടുള്ളതാണ് നമ്മുടെ യൂറിക് ആസിഡ്. കമ്പാരിസൺ നോക്കിയാൽ അമോണിയേക്കാളും 1,00,000 ടൈംസ് ടോക്സിസിറ്റി അല്ലെങ്കിൽ ഹാംഫുൾനെസ് കുറവാണ് ആർക്ക്? നമ്മുടെ യൂറിക് ആസിഡിന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് നേരം ബോഡിയിൽ വെക്കാനും പറ്റും. അപ്പോൾ അതിനെ കളയാനായിട്ട് അധികം വെള്ളമൊന്നും വേണ്ട. അപ്പോൾ അവരെങ്ങനെയാണ് അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? പെല്ലറ്റ് അല്ലെങ്കിൽ സോളിഡ് ഫോമിലാണ്. അപ്പോൾ കാഷ്ടം, നമ്മൾ ഈ ബേർഡ്സിൻ്റെയൊക്കെ കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന് വേണ്ടി പോയി നോക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ചിലപ്പോൾ മരത്തിൻ്റെ താഴെ നിൽക്കുമ്പോഴേക്ക് അത് നമ്മളെ ബ്ലെസ് ചെയ്യാറുണ്ടല്ലേ. ബസ്സൊക്കെ കാത്ത് നിൽക്കുമ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്ന് ബസ്സിൻ്റെ ഒരു വലിയ മരത്തിന് താഴെയായിരുന്നു നിന്ന് വരുന്നത്. അപ്പോഴൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഇതൊക്കെ സംഭവിക്കും. അതല്ലെങ്കിൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് പോയാൽ ചിലപ്പോൾ അതിനകത്ത് കാണാം. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വെള്ള ഒരു പാർട്ടും കാണും, കുറച്ചൊരു കളർ പാർട്ടും കാണും. ഈ കളർ പാർട്ട് അവരുടെ അൺഡൈജസ്റ്റഡ് ഫുഡാണ്. ആ വെള്ളയാണ് യൂറിക് ആസിഡ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പെല്ലറ്റ് ആയിട്ടാണ് കളയുന്നത്. അപ്പോൾ ലീസ്റ്റ് ടോക്സിക് ആണ്, വളരെ എമൗണ്ട് ഓഫ് വാട്ടർ കുറവും മതി. ഇനി ഇതാരൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ബേർഡ്സ് ആണ്. അതുകൂടാതെ റെപ്റ്റൈൽസ്, പിന്നെ ഇൻസെക്ട്സ്, ലാൻഡ് സ്നെയിൽസ്. അപ്പോൾ ഇവരൊക്കെ യൂറിക് ആസിഡായിട്ടാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഇനി യൂറിക്കോടെലിക് ആനിമൽസ് എന്ന് വെച്ചാൽ എന്ത് പറയണം? Animals which excrete uric acid or animals which excrete waste in the form of ammonia are called ammonotelic or ureotelic. അപ്പോൾ ചോദ്യം നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങളുടെ ഉത്തരം ഫ്രെയിം ചെയ്യാൻ. ഇവിടെ എക്സാമ്പിൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആനിമൽസിൻ്റെയൊക്കെ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് വോംസ് ആണ്. ഫ്ലാറ്റ് എന്ന് ഓർത്താൽ മതി. ഹെൽമിൻ എന്ന് വെച്ചാൽ വോം, അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള വോംസ് ആണ്. എക്സാമ്പിളായിട്ട് പ്ലാനേറിയ ഉണ്ട്, അതല്ലെങ്കിൽ റോട്ടിഫേഴ്സ്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് സെഫലോകോഡേറ്റ്സ്. സെഫലോകോഡേറ്റൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ആംഫിയോക്സസ് ആണ് എക്സാമ്പിൾ. അപ്പോൾ ഇവർക്കൊക്കെ എന്താണുള്ളത്? ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ. ഈ ഫ്ലെയിം സെൽ എന്ന് പറയുന്നത് അവയുടെ ആ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ അല്ലെങ്കിൽ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ടഫ്റ്റ് ഓഫ് സീലിയ ഉണ്ട്. ആ സീലിയ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടാൽ ഈ ഫ്ലെയിംസ് ഒക്കെ ഫ്ലിക്കർ ചെയ്യുന്ന തീനാളം പോലെ തോന്നും. അതുകൊണ്ടാണ് അതിനെ ഫ്ലെയിം സെൽ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ അനിലീഡ്സിലോട്ട് വരുമ്പോൾ, ഫൈലം അനിലീഡ എന്ന് പറയുമ്പോൾ ഈ മെറ്റാമറിക് സെഗ്മെന്റഡ് വോംസ് ആണ് അല്ലേ. ആ വോംസിന് എക്സാമ്പിൾ എർത്ത് വോംസ് ആണ്. അവർക്ക് എന്താണുള്ളത്? നെഫ്രീഡിയ, ട്യൂബുലർ സ്ട്രക്ചേഴ്സ്. ഇവരെല്ലാം ഓസ്മോ റെഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ആർത്രോപോഡ, ഏറ്റവും ലാർജസ്റ്റ് ഫൈലമാണ് ആർത്രോപോഡ. ആർത്രോപോഡയുടെ ഒരു ക്ലാസ് ആണ് ഇൻസെക്ട, ഏറ്റവും വലിയൊരു ഗ്രൂപ്പാണ്. ആ ഇൻസെക്ടയിൽ വരുന്നതാണ് നമ്മുടെ കോക്രോച്ച്. കോക്രോച്ചിന് എന്താണ്? മാൽപീഗിയൻ ട്യൂബ്യൂൾസ്. കുറേ ട്യൂബ്യൂൾസ് ഇങ്ങനെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ട് വരും. എന്നിട്ട് അത് ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നുള്ള വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് കൊടുത്ത് അത് ഒന്നിച്ചങ്ങ് വിസർജിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ള ആർത്രോപോഡയിൽ തന്നെ വരുന്ന മറ്റൊരു ക്ലാസ്സാണ് ക്രസ്റ്റേഷ്യൻസ്. ക്രസ്റ്റേഷ്യൻസിന് എക്സാമ്പിൾസ് പ്രോൺസ് ആണ്, നമ്മുടെ ചെമ്മീൻ, കൊഞ്ച് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് എന്താണുള്ളത്? ആൻറ്റിനൽ ഗ്ലാൻഡ് അഥവാ ഗ്രീൻ ഗ്ലാൻഡ് ആണ് അവരുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. ഓരോന്നിൻ്റെയും നിങ്ങൾക്ക് MCQ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വേണമെങ്കിലും ഇങ്ങനെ ചോദ്യം വരാം. ഞാൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.